Today we are going to discuss about classical theory of interest. അതിന് മറ്റൊരു പേരാണ് റിയൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ എന്താണ് ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻട്രസ്റ്റിൽ പറയുന്നത്? അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ എക്കണോമിക്സ്, ഇൻട്രസ്റ്റ് ഈസ് ദ പ്രൈസ് പെയ്ഡ് ഫോർ ദി യൂസ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഉപയോഗിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന പ്രൈസാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഡിമാൻഡ് ഫോർ ക്യാപിറ്റലും അതുപോലെ സപ്ലൈ ഓഫ് ക്യാപിറ്റലും കൂടി ചേർന്നിട്ടാണ്. ഇപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഡിമാൻഡ് ഫോർ ക്യാപിറ്റലും അതുപോലെ സപ്ലൈ ഓഫ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്നത്. ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഏതുപയോഗിച്ചിട്ടാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഡിമാൻഡ് ഫോർ ക്യാപിറ്റലും സപ്ലൈ ഓഫ് ക്യാപിറ്റലും കൂടിയിട്ടാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിമാൻഡ് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ ഡിറ്റർമിൻ ചെയ്യുന്നത്. സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഡിപ്പെൻഡ്സ് ഓൺ സേവിങ്സ്. സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏതിനെയാണ്? സേവിങ്സിനെയാണ്. അപ്പോൾ സിൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സേവിങ്സ് ആർ ഡിറ്റർമിൻ ബൈ റിയൽ ഫാക്ടേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും എല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത് റിയൽ ഫാക്ടേഴ്സ് ആയതുകൊണ്ട്, അതായത് പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റലിന് എത്ര പ്രൊഡക്ടിവിറ്റി ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനം, അതുപോലെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ത്രിഫ്റ്റ്, സേവിങ്സ് കൂടുതൽ ആക്കുന്നതിനോടുള്ള ആറ്റിറ്റ്യൂഡ്സ് എന്താണ് എന്നുള്ളത്. ഇതിൻ്റെ ബേസിലാണ് ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സ് എല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുകൊണ്ട് അത് റിയൽ ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ തിയറിയെ എന്തുകൂടെ അറിയപ്പെടുന്നുണ്ട്? റിയൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ് എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. ക്യാപിറ്റൽ ഈസ് ഡിമാൻഡ് ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡക്റ്റീവ്. ക്യാപിറ്റൽ എന്തുകൊണ്ടാണ് ഡിമാൻഡ് ചെയ്യുന്നത്? അത് പ്രൊഡക്റ്റീവാണ്. ആ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ ഈസ് സബ്ജക്റ്റ് ടു ദി ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. അപ്പോൾ ക്യാപിറ്റലിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ദി ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസിന് സബ്ജക്റ്റാണ്. The investors are willing to demand more funds for investment only at a lower rate of interest. ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട് കൂടുതലായി ഡിമാൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആകുമ്പോഴാണ്. ദസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഇൻവേഴ്സ്. അതുകൊണ്ട് തന്നെ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഏത് റിലേഷനാണ്? ഇൻവേഴ്സ് റിലേഷനാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷനാണ് എന്ന് പറയാം. അപ്പോൾ ക്യാപിറ്റൽ ഡിമാൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ക്യാപിറ്റൽ പ്രൊഡക്റ്റീവ് ആയതുകൊണ്ടാണ്. ക്യാപിറ്റൽ, അതായത് പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസിന് സബ്ജക്റ്റാണ്. ദ ഇൻവെസ്റ്റേഴ്സ് അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ ചെയ്യുന്നത് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആകുമ്പോഴാണ്. മോർ ഫണ്ട്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺലി അറ്റ് എ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഏത് റിലേഷനാണ്? ഇൻവേഴ്സ് റിലേഷനാണ്. ഓക്കെ. ദ സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഡിപ്പെൻഡ്സ് ഓൺ സേവിങ്. ഇപ്പോൾ സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സേവിങ്സിലാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഡിറ്റർമിനിങ് ദി സപ്ലൈ ഓഫ് സേവിങ് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ത്രിഫ്റ്റ്. പീപ്പിൾ സേവ് മോർ അറ്റ് എ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സേവിങ്സിലാണ്. സപ്ലൈ ഓഫ് സേവിങ്സിനെ ബാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ത്രിഫ്റ്റ്. എന്താണ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ത്രിഫ്റ്റ് എന്ന് പറയുന്നത്? പീപ്പിൾ സേവ് മോർ അറ്റ് എ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആകുമ്പോഴാണ് ജനങ്ങൾ കൂടുതലും സേവ് ചെയ്യുന്നത്. ദാസ് ദ സപ്ലൈ ഓഫ് കർവ് ഓഫ് ക്യാപിറ്റൽ ഈസ് എ പോസിറ്റീവ്ലി സ്ലോപ്പിംഗ് ആണ്. അതുകൊണ്ട് തന്നെ സപ്ലൈ കർവ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി സ്ലോപ്പിംഗ് ആണ്. ദ ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി ഇൻ്റർസെക്ഷൻ ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സേവിങ് കർവ്സ്. ഇപ്പോൾ നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഇക്വിലിബ്രിയം കാണുന്നുണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് അതുപോലെ സേവിങ് കർവ്സും തമ്മിൽ കൂടിച്ചേരുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗത്താണ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണുന്നത്. ഇൻ ദ ഫോളോയിങ് ഫിഗർ, സപ്ലൈ SS ഈസ് ദ സപ്ലൈ കർവ് ഓഫ് ക്യാപിറ്റൽ സേവിങ്സ് ആൻഡ് സെക്കൻഡ് ഈസ് ദി ഡിമാൻഡ്, അതായത് II is the demand curve of capital investment. The saving and investment curves intersect at point E when OQ quantity of capital is demanded and supplied. നമ്മൾ ഒരു ഗ്രാഫിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻട്രസ്റ്റിൽ ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ഗ്രാഫാണിത്. എക്സ് ആക്സിൽ എന്താ കൊടുത്തിട്ടുള്ളത്? സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, വൈ ആക്സിസിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്.
അതുപോലെ സേവിങ്സ് കർവും ഉണ്ട്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് കർവും ഉണ്ട്. സേവിങ്സ് കർവ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. സേവിങ്സ് കൂടുതലുണ്ടാകുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോഴാണെന്ന് പറഞ്ഞു. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലുണ്ടാകുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോഴാണെന്നും പറഞ്ഞു. അപ്പോൾ നെഗറ്റീവ് റിലേഷൻ ആണെന്ന് പറഞ്ഞു, ഇത് ഡയറക്റ്റ് റിലേഷൻ ആണെന്നും പറഞ്ഞു. അപ്പോൾ SS എന്ന് പറയുന്നത് സേവിങ് കർവും II എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് കർവാണ്. രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ് E എന്ന് പറയുന്നത്. ഇതാണ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ. ബൈ Q എന്ന് പറയുന്ന സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിലെ Q എന്ന് പറയുന്ന ആ ഒരു എമൗണ്ടും അതുപോലെ ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോഴാണ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ. If the rate of interest is greater than OR, the supply of capital will exceed the demand for capital and competition in the market will lead to the establishment of the equilibrium rate of interest. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് OR എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് OR എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ സപ്ലൈ ഓഫ് ക്യാപിറ്റൽ വിൽ എക്സീഡ് ദ ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ. സപ്ലൈ ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് ഫോർ ക്യാപിറ്റലിനേക്കാളും കൂടുതലാവും. ആൻഡ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് വിൽ ലീഡ് ടു ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായതിനു ശേഷം ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് തന്നെ വരും. ഓക്കെ. അതായത് OR എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സപ്ലൈ ഓഫ് ക്യാപിറ്റൽ കൂടും ഡിമാൻഡ് ഫോർ ക്യാപിറ്റലിനേക്കാളും കൂടും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടുന്ന് പോയിന്റ്സ് ഇങ്ങനെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഓടിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ഇതാണ് SS എന്ന് പറയുന്നതാണ് സപ്ലൈ ഓഫ് ക്യാപിറ്റൽ, II എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ. അപ്പോൾ ഡിമാൻഡ് ഫോർ ക്യാപിറ്റലിനേക്കാളും കൂടുതലാണ് എന്ത്? സപ്ലൈ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും, വീണ്ടും ഇവിടേക്ക് റീസ്റ്റോർ ചെയ്യും. If on the other hand the rate of interest is lower than the rate of interest is lower than OR, the demand for capital will exceed the supply of capital and competition among the investors will lead to the establishment of the rate of interest OR. ഇനി നേരെ തിരിച്ച് ORന് താഴെയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ സപ്ലൈ ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലാണ് വരിക. ഇത് എക്സസ് ആയിട്ട് വരും. ഈ എക്സസ് ആയിട്ട് വരുന്നത് പിന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ കോമ്പറ്റീഷൻ ഉണ്ടായതിനു ശേഷം ഇത് വീണ്ടും ഈ എന്ന ഇക്വിലിബ്രിയത്തിലേക്ക് റീസ്റ്റോർ ചെയ്യും. സോ ദസ് OR ഈസ് ദി ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇത്രയാണ് ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻട്രസ്റ്റിൽ പറയുന്നത്. ഓർത്ത് വെക്കേണ്ടത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്, അതുപോലെ ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ സപ്ലൈ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അതിൻ്റെ ഗ്രാഫ്. ഓക്കെ. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ക്രിറ്റിസിസം. ദ ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ് ഹാസ് ബീൻ സിവിയർലി ക്രിട്ടിസൈസ്ഡ് ബൈ കെയ്ൻസ്. ഇപ്പോൾ കെയ്ൻസ് ആണ് ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻട്രസ്റ്റിനെ കൂടുതലായിട്ടും ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത്. First one, the theory is based on the assumption of full employment. A full employment is not a normal situation. To Keynes, underemployment equilibrium is the normal situation. അപ്പോൾ ഈ തിയറി ബേസ് ചെയ്തിരിക്കുന്നത് ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന അസംഷൻ്റെ ബേസിലാണ്. ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു നോർമൽ സിറ്റുവേഷൻ അല്ല, അണ്ടർ എംപ്ലോയ്മെൻ്റ് ആണ് എക്കോണമിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് കെയ്ൻസിൻ്റെ അഭിപ്രായം. Second one is aggregate investment and aggregate savings are brought into equilibrium through the rate of interest. അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും അഗ്രിഗേറ്റ് സേവിങ്സും ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് ഏത് വഴിയാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വഴിയാണ്. അക്കോർഡിംഗ് ടു കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ ചേഞ്ചസ് ഇൻ ഇൻകം. സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയം നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് ഏത് വഴിയാണ്? ഇൻകത്തിലുള്ള മാറ്റം വഴിയാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വഴിയാണ് എന്നുള്ളതാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിൽ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് ഏത് വഴിയാണ്? ഈ ചേഞ്ചസ് ഇൻ ഇൻകം എന്ന വഴിയാണ്. ഓക്കെ. Then the classical theory neglects the effect of investment on the level of income. ഇപ്പോൾ ക്ലാസിക്കൽ തിയറീസ്
ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇഫക്റ്റ്, ഇൻകത്തിൽ എന്താണ് ഇഫക്റ്റ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. എനി ചേഞ്ച് ഇൻ ദി ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ എഫക്ട് ദി ലെവൽ ഓഫ് ഇൻകം ഡയറക്റ്റ്ലി. ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അത് ലെവൽ ഓഫ് ഇൻകത്തിനെയും ഡയറക്റ്റ് ആയിട്ട് ബാധിക്കും. പക്ഷേ ആ ഒരു കാര്യം ക്ലാസിക്കൽ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് 4th വൺ. The pure theory of interest takes into consideration only real factors in the determination of the rate of interest. ഇൻട്രസ്റ്റ് തിയറിയിൽ പ്യുവർ തിയറി ഓഫ് ഇൻട്രസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഓൺലി ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ, അത് ഏതിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, റിയൽ ഫാക്ടേഴ്സ് ഇൻ ദി ഡിറ്റർമിനേഷൻ ഓഫ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഡിറ്റർമിൻ ചെയ്യുന്ന റിയൽ ഫാക്ടേഴ്സ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇറ്റ് കംപ്ലീറ്റ്ലി നെഗ്ലക്ട്സ് ദി ഇൻഫ്ലുവൻസ് ഓഫ് മോണിറ്ററി ഫാക്ടേഴ്സ് ലൈക്ക് ഡിമാൻഡ് ഫോർ മണി ആൻഡ് സപ്ലൈ ഓഫ് മണി ഇൻ ദി ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ഇൻഫ്ലുവൻസ് ഓഫ് മോണിറ്ററി ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഡിമാൻഡ് ഫോർ മണി, സപ്ലൈ ഓഫ് മണി എന്നുള്ള ഫാക്ടേഴ്സിനെ ഒന്നും ഈ ഒരു തിയറിയിൽ കൊണ്ടുവന്നിട്ടില്ല. The 5th one is saving and investment functions are not independent as analyzed by the classical economists. സേവിങ്സും ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ടും ഇൻഡിപെൻഡൻ്റ് അല്ല, ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ് ആസ് അനലൈസ്ഡ് ബൈ ദ ക്ലാസിക്കൽ എക്കണോമിക്സ്. വെൻ ഇൻവെസ്റ്റ്മെന്റ് വേരീസ് ഇൻകം വിൽ ഓൾസോ വേരി ആൻഡ് സപ്ലൈ ഓഫ് സേവിങ്സ് വിൽ ചേഞ്ച്. സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ഇൻഡിപെൻഡൻ്റ് അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ് ആസ് അനലൈസ്ഡ് ബൈ ദി ക്ലാസിക്കൽ എക്കണോമിക്സ്. ഇപ്പോൾ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് പറഞ്ഞ പോലെ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് അവർ പറഞ്ഞു. പക്ഷെ അത് ഇൻഡിപെൻഡൻ്റ് അല്ല. ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റം വരുമ്പോൾ ഇൻകം മാറും, അതേപോലെ സപ്ലൈ ഓഫ് സേവിങ്സും മാറും. ഇപ്പോൾ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് പറഞ്ഞിട്ടുള്ളത് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളതാണ്. സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഡിപെൻഡൻ്റ് അല്ല. 6th one is in the classical theory investment is a function of rate of interest. Classical theory investment എന്ന് പറയുന്നത് it is a function of rate of interest. കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ of the two determinants the more influential factor of investment is marginal efficiency of capital rather than the rate of interest. ഇപ്പോൾ കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ ഇൻവെസ്റ്റ്മെന്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു മേജർ ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടർ എന്ന് പറയുന്നത് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്ററിൽ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഒക്കെ നമ്മൾ പഠിക്കും. Then 7th one is according to the classical theory there is always an equality between the market rate of interest and equilibrium rate of interest. ക്ലാസിക്കൽ തിയറിയിൽ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതുപോലെ ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലൊരു ഈക്വാളിറ്റി ഉണ്ടായിരിക്കും. കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ ദർ ഈസ് നോ ഓട്ടോമാറ്റിക് മെക്കാനിസം ടു ബ്രിങ് അബൌട്ട് ആൻ ഈക്വാലിറ്റി ബിറ്റ്വീൻ മാർക്കറ്റ് ആൻഡ് ഇക്വിലിബ്രിയം ഇൻട്രസ്റ്റ് റേറ്റ്. കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ അത്തരത്തിലൊരു ഓട്ടോമാറ്റിക് മെക്കാനിസം തന്നെ ഇല്ല. The last one is finally as pointed out by Keynes, the rate of interest is indeterminate in the classical theory. Classical theoryയിൽ rate of interest എന്ന് പറയുന്നത് indeterminate ആയിട്ട് നിൽക്കണം. This is because of the fact that the position of the savings curve varies with the level of income. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സേവിങ്സിൻ്റെ പൊസിഷന് ഇൻകത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. The classical economists developed their theory based on the assumption that income is constant, but in reality, income is a variable. Classical economists അവരുടെ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇൻകം ഒരു കോൺസ്റ്റന്റ് ആണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ റിയാലിറ്റിയിൽ ഇൻകം ഒരു വേരിയബിൾ ഫാക്ടറാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നോക്കുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് എന്നുള്ളതാണ് കെയ്ൻസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്ലാസിക്കൽ തിയറി ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ പറയുന്നത്, അല്ലെങ്കിൽ റിയൽ തിയറി ഓഫ് ഇൻട്രസ്റ്റിൽ പറയുന്നത്. അതിൻ്റെ ക്രിറ്റിസിസം കൂടെ ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ചെറിയൊരു കൺസെപ്റ്റ് കൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏതാണ്? മണി, വേജസ് ആൻഡ് റിയൽ വേജസ്. വേജസ് പെയ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ഈസ് നോൺ ആസ് നോമിനൽ വേജസ് ഓർ മണി വേജസ്. മണി രൂപത്തിലാണ്, ക്യാഷ് ഫോമിലാണ് വേജ് കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് നോമിനൽ വേജ് അല്ലെങ്കിൽ മണി വേജ് എന്ന് പറയുന്നത്. If money wage is paid as a sum per day or per week, it is known as time wage. അപ്പോൾ മണി വേജ് കൊടുക്കുന്നത് ഒരു ദിവസത്തിനോ അല്ലെങ്കിൽ ഒരാഴ്ചക്കോ ആണെന്നുണ്ടെങ്കിൽ അതിനെ ടൈം വേജ് എന്ന് പറയും. ഇഫ് മണി വേജ് ഈസ് പെയ്ഡ് അക്കോർഡിംഗ് ടു ദ യൂണിറ്റ്സ് ഓഫ് വർക്ക് ഡൺ, ഇറ്റ് ഈസ് നോൺ ആസ് പീസ് വേജ്. എത്ര വർക്ക് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ പീസ് വേജ് എന്ന് പറയുന്നു. അപ്പോൾ വേജസ് മണി ഫോമിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നോമിനൽ വേജ് എന്ന് പറയും. മണി വേജ് തന്നെ ഒരു ദിവസത്തിനോ അല്ലെങ്കിൽ ആഴ്ചയിലോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ടൈം വേജ് എന്ന് പറയും.
അത് യൂണിറ്റ്സ് ഓഫ് വർക്കിന് അടിസ്ഥാനത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ പീസ് വേജ് എന്ന് പറയും. റിയൽ വേജസ് റെഫർ ടു ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ദാറ്റ് എ ഗിവൺ മണി വേജ് വിൽ ബൈ. റിയൽ വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെഫർ ടു ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് എ ഗിവൺ മണി വേജ് വിൽ ബൈ. ഇപ്പോൾ കൊടുത്തിട്ടുള്ള മണി വേജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാങ്ങാൻ കഴിയുന്ന, പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എമൗണ്ട് എത്രയാണോ അതാണ് റിയൽ വേജ് എന്ന് പറയുന്നത്. ദസ് റിയൽ വേജ് റിഫ്ലക്ട്സ് ആക്ച്വൽ ബൈയിങ് പവർ ആൻഡ് ആർ ഡിഫൈൻഡ് ആസ്. അപ്പോൾ റിയൽ വേജ് പറയുന്നത് പർച്ചേസിങ് പവറാണ് അല്ലെങ്കിൽ ബൈയിങ് പവറാണ്. ഓക്കെ, അപ്പോൾ മണി വേജ് കൊടുത്തിട്ടുള്ള മണി വേജ് ഉപയോഗിച്ചിട്ട് കൊണ്ട് എത്ര സാധനങ്ങൾ വാങ്ങാൻ കഴിയും അല്ലെങ്കിൽ എന്ത് സേവനങ്ങളൊക്കെ വാങ്ങാൻ കഴിയും അതിൻ്റെ എമൗണ്ടാണ് റിയൽ വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ റിയൽ വേജ് ഇസ് ഈക്വൽ ടു മണി വേജ് ഡിവൈഡഡ് ബൈ ജനറൽ പ്രൈസ് ലെവൽ. If prices rise more rapidly than money wages, real wages may fall. മണി വേജിനേക്കാളും കൂടുതലായിട്ട് പ്രൈസ് ഇങ്ങനെ കൂടുകയാണെന്നുണ്ടെങ്കിൽ, സാധനങ്ങളുടെ പ്രൈസ് ഇങ്ങനെ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ റിയൽ വേജ് എന്ത് ചെയ്യും? കുറയും അല്ലേ? അപ്പോൾ ഇതൊന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. മണി വേജ് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്, ജനറൽ പ്രൈസ് ലെവൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? റിയൽ വേജ് കുറയും. മണി വേജിൽ ചെറിയ മാറ്റം വരുന്നുള്ളൂ, പ്രൈസ് ലെവൽ നല്ലോണം കൂടുന്നുണ്ടെങ്കിലും റിയൽ വേജ് കുറയും. Real wages may rise if price rises less rapidly than money wages. റിയൽ വേജ് റൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? പ്രൈസ് ചെറിയ രീതിയിൽ റൈസ് ചെയ്യുന്നുള്ളൂ, കൂടുന്നുള്ളൂ. പക്ഷെ മണി വേജ് കൂടുന്നുണ്ട്. മണി വേജിനേക്കാളും കുറവായിട്ടുള്ള ഇങ്ങനെ പ്രൈസ് കൂടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? റിയൽ വേജ് കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റും കൂടെ ഓർത്ത് വെക്കുക.